ജേണി ഒന്ന് പറയോ? ലൈക്ക് യുനോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കാഷ്വൽ കോൺവെർസേഷനുകളിൽ നമ്മൾ വീടുകളിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഡിസ്കഷൻസ് മോസ്റ്റ് ഓഫ് ദ ഡൈനിങ് ടേബിൾ കോൺവെർസേഷനായി മാറിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നല്ല ലോകത്ത് അങ്ങോളം ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നാളെ എൻ്റെ മകള് സിനിമയിൽ വരുന്നതിനോടെ, അത് പണ്ടേ ഇല്ല, പി കെ റോസിയെ നാട് കടത്തിയ നാടാണ് നമ്മുടേത്. അവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് എപ്പോഴും ഒരു സ്വപ്നം കാണാനുള്ള ക്രിയേറ്റീവ് സ്പേസിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യുവർ ഹസ്ബൻഡ് ലെറ്റ്സ് യു ഡു, അവിടെ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് സ്ട്രഗിൾസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ യു ഹാവ് ബീൻ ലൈക്ക്, ഞാനൊരു 10 കൊല്ലം എന്തായാലും യു ഹാവ് ബീൻ പാർട്ട് ഓഫ് സോ മെനി ഫിലിംസ്. ലൈക്ക് ഞാൻ അവസാനം കണ്ട ആപ് കെ സേഹോലും യു ഹാവ് ഡൺ എ വെരി ഇൻറ്റഗ്രൽ റോൾ ഇൻ ദ മൂവി, വെരി ഇൻഫർമേറ്റീവ് റോൾ ഓൾസോ ആസ് വെൽ. സോ ജേർണി എങ്ങനെയായിരുന്നു? ലൈക്ക് യു ഹൗ വാസ് ഇറ്റ് ഫോർ യു? ഞാൻ ഏകദേശം ഒരു 15 വർഷത്തിൽ കൂടുതലായി സിനിമ ഇൻഡസ്ട്രിയിൽ, ഏകദേശം 160ഓളം സിനിമകളായി. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരുപാട് നല്ല പിടി കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നലെ ജോളി ചേച്ചിയ സിനിമ കണ്ടു എന്ന് പറഞ്ഞു, ചിത്ത എന്ന് പറഞ്ഞിട്ട് ചിറ്റപ്പൻ എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യുന്ന പോലെ ചിത്ത എന്ന് പറഞ്ഞ മൂവി പാൻ മൂവിയായിരുന്നു, പല ലാംഗ്വേജസിൽ ഇറങ്ങിയ മൂവിയാണ്. ആ മൂവി ചെയ്യുന്ന സമയത്തും ഞാനൊരു ഫസ്റ്റ് 2 months കഴിഞ്ഞു, ഷോർട്ട്സൊക്കെ ഒരുപാട് പോയി. ബട്ട് ലേറ്ററാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്, രണ്ടാമത്. അപ്പോൾ ആ ഒരു ക്രൂവിൻ്റെ സപ്പോർട്ട് കാരണം നമ്മൾ 7th month ഓഫ് എൻ്റെ പ്രഗ്നൻസി വരെ ഞാൻ ആ സിനിമാക്കാരുടെ കൂടെ തന്നെയായിരുന്നു, ആ സിനിമയുടെ കൂടെ തന്നെയായിരുന്നു. ആൻഡ് ദ ക്യാരക്ടർ വാസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് തന്നെ പറയണം. ഗോഡ്സ് ഗ്രേസ് എനിക്ക് ആ സിനിമയിൽ നിന്ന് ഒരു ഫിലിം ഫെയർ അവാർഡ് റിസീവ് ചെയ്യാൻ പറ്റി, ചിത്തേന്ന്. സോ അത്ര നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് വെച്ച് നീട്ടിയത്. ആ കഥാപാത്രം കണ്ടിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നും ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ആണുങ്ങളെ എനിക്കറിയാം. അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ സിനിമ ലാസ്റ്റിൻ്റെ ക്ലൈമാക്സിലേക്ക് എനിക്കറിയില്ല എന്താ ക്ലൈമാക്സ് എന്നുള്ളത്, എനിക്ക് കണ്ടു നിർത്താൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു മെസ്സേജ് തരുന്നൊരു സിനിമകൾ, അതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പം ദൃശ്യം 2 എന്ന് എല്ലാവരും പറയുമ്പോഴും ഒരു 90% ഓഫ് ആളുകൾ, ഞാനിപ്പോൾ ഇന്ന് രാവിലെ പോയ ഫംഗ്ഷനിൽ പോലും ലാലേട്ടനോടും കുടുംബത്തിനോടും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഭയങ്കര മോശമായിപ്പോയി, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടിലെ ആരോ ഞാൻ എന്തോ ചെയ്ത പോലെയാണ് 90% ഓഫ് ആൾക്കാർ ഇപ്പം ഇന്നും റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ ആ കഥാപാത്രത്തിൽ ഒരു പ്യൂരിറ്റി ഉണ്ട്. ആ ഒരു ആള് ആ ജോലിയുടെ ഭാഗമായിട്ടാണ് ആ കുടുംബത്തിനെ വേട്ടയാടുന്നത്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവരുടെ ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ സേഫ് ആക്കാനും അവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ എവിടേക്കോ അവരുടെ കണ്ണുകളിൽ അവരത് ശ്രമിക്കുന്നുണ്ട് ചെയ്യാൻ. അത് വെച്ചിട്ടാണ് എന്നെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതായത് ക്ലൈമാക്സിലേക്ക് വന്നപ്പം അഞ്ജലി അവരെ സ്നേഹിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിടുന്നു, ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അഞ്ജലിയെ ശരിയാക്കി, ഇങ്ങനെ പറയുന്നത്. തുടക്കവും ചീത്തയും പറയും, ലാസ്റ്റ് ഇവർ തന്നെ അതിനൊരു ആൻസറും പറയും. അഞ്ജലി അങ്ങനെ കണ്ണിൽ അത് കാണിച്ചതുകൊണ്ട് നമ്മളത് ഓക്കെയാണ്. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് സിനിമയുടെ കഥാപാത്രങ്ങളിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം പോലീസ് ആണോ എന്ന് ചോദിച്ചവരുണ്ട് എന്നോട് നേരിട്ട്. ഞാൻ ബെൻ എന്ന് പറയുന്ന ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയിൽ ഗൗരവിനെ ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, മാനസികമായിട്ടും ഫിസിക്കലിയൊക്കെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിച്ചവരുണ്ട് വീട്ടിൽ കുട്ടികളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഗൗരവ് സ്വന്തം മകനാണോ അങ്ങനെ ചെയ്തതാണോ. അപ്പം അതിലൊരു മെസ്സേജ് ഉണ്ട്. ബെൻ എന്ന് പറയുന്ന സിനിമ വലിയൊരു മെസ്സേജ് തരുന്ന സിനിമയാണ്. അപ്പം അതുപോലെ അങ്ങനത്തെ കുറേ അമ്മവേഷങ്ങൾ ചെയ്തതുകൊണ്ടും അതേപോലെ ഇപ്പം 151 സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഓടി അഭിനയിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടുന്നത് ചെറുപ്പവും വലുപ്പവുമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ ഒറ്റ സിനിമയിലൂടെ 27ാം വയസ്സിൽ ദുൽഖറിൻ്റെ അമ്മയായെന്നുള്ള ആ ഒരൊറ്റ ന്യൂസിലൂടെ ഞാൻ ഉത്തരം പറയേണ്ടി വന്നിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്താണ്. ഇന്നും ഞാൻ അതിന് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, എന്തിനു ഞാനത് ചെയ്തു. പക്ഷെ ഇതെൻ്റെ ജോലിയാണ്. ഈ സർവൈവൽ എന്ന് പറയുന്നത് നമ്മളുടെ ജോലിയിലൂടെ നമ്മൾ എത്ര ഡെഡിക്കേഷനായിട്ട് കാണിക്കുന്നു ആ സർവൈവൽ അതിൽ ഡിപ്പെൻഡഡ് ആണ്. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നു ചെയ്തു. എന്നോട് ഡയറക്ടർ പറഞ്ഞു അഞ്ജലി നമുക്ക് ഈ ഒരു ദുൽഖർ വന്നിട്ടുണ്ട് സെറ്റിൽ, അപ്പോൾ അഞ്ജലി മരിക്കുന്നതാണ് ശരിക്കും ഇതിലെ സ്ക്രിപ്റ്റിൽ, പക്ഷെ വേണ്ട ദുൽഖറിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കും. മുത്തുമണി ചേച്ചിയുണ്ട്, ചേച്ചിയൊക്കെ എന്നെ നോക്കിയിട്ട് അമ്മേ ഇവൻ എന്നെന്തോ ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ ചേച്ചിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തുമണി ചേച്ചി എന്നെ വിളിച്ച് അമ്മേ നോക്കാമേ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ സിനിമയാണ്. പണ്ട് നമ്മൾ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എത്രയോ ചെറിയ ആൾക്കാർ വരെ പ്രായമുള്ള വേഷങ്ങൾ ചെയ്യുന്നത്.
അപ്പം ഞാനത് ആസിറ്റീസ് എന്നുള്ള രീതിയിൽ വിട്ടു. പക്ഷെ ഞാൻ ആ കമ്മട്ടിപ്പാട സിനിമ ചെയ്തതിൻ്റെ മാത്രം എനിക്ക് തന്നെ ഒരു 20ഓളം ചാനലുകളിലും അല്ലെങ്കിൽ അത്രയും ഡയറക്ടേഴ്സിനടുത്ത് ഒരുപാട് പേരോട് ഞാൻ ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വൈ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് സിനിമ വെച്ച് നീട്ടുന്നത് ഇവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇവർക്ക് തന്നെ ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള പല ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ എന്തിന് ചെയ്തു, ഞാൻ എന്തിന് 27-ാം വയസ്സിൽ ഞാൻ എന്തിനാണ് അങ്ങനത്തെ ഒരു അമ്മ കഥാപാത്രം ചെയ്തത്. അതായത് എന്നെ ഒരു ശരിക്കും എനിക്ക് പറയാൻ പാടുന്ന ഒരു വേദിയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു വേദിയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ തന്നെ വന്ന് തുടക്കം ചെയ്തൊരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരി എന്നെ ഇങ്ങനെ കാഷ്വലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജലി, അതെ ഞാൻ ഇന്നലെയും കൂടെ തന്നെ ഓർത്തേ ഉള്ളൂ. അതായത് ഞാൻ ഇന്നലെ ഒരു കൺട്രോളർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അഞ്ജലി നായർ ചെയ്യുന്ന പോലത്തെ വേഷങ്ങളാണെങ്കിൽ എന്നെ വിളിച്ച് തരരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അത് എന്നോട് വിളിച്ച് പറയണേ, അഞ്ജലി ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോടാ, അങ്ങനെ ചെയ്യരുത്. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ഈ കമ്മട്ടിപ്പാടത്തിലെ പോലത്തെ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതുപോലത്തെ വേഷങ്ങളാണെങ്കിൽ ചെയ്യരുത്. ഞാൻ ആ ചിരിച്ചിട്ട് ഞാൻ ഫോൺ കഴിച്ച് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വന്നു എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തതും എല്ലാ കാര്യങ്ങളും നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പം എൻ്റെ കഥാപാത്രങ്ങളോട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. എനിക്ക് അവാർഡ് കിട്ടിയതിനേക്കാളും ആ മെസ്സേജസ് കൊടുക്കാൻ പറ്റുന്നൊരു വേദി എനിക്ക് കിട്ടി. ഒരുപാട് പേരുടെ ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ എന്നുള്ളൊരു ഇതുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടിയെ പോലെ ഉണ്ട്, നമ്മുടെ വീട്ടിലൊരു പെങ്ങളെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയെന്നൊക്കെ പറയുന്ന പ്രേക്ഷകരെയാണ് എനിക്ക് ഒരുപാട് സന്തോഷം. ആ ഒരു അസറ്റാണ് എനിക്ക് സന്തോഷം തരുന്നത്. നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ ക്യാരക്ടറിന്റെ ഏജോ സ്ക്രീൻ സ്പേസോ ഇറ്റ്സ് നെവർ എ മാറ്റർ. ലൈക്ക് യു